എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ 82-ാമത്തെയാണ്. ഇതിലും ലൂയി ഹേ എഴുതിയ ഹീൽ യുവർ ബോഡി എന്നുള്ള ബുക്ക് റിവ്യൂ ആണ് കാണാൻ പോകുന്നത്. ഇതിൽ അതിൻ്റെ ഇന്നലത്തെ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ ചില വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. അതായത് ഈ ലൂയി ഹേ എന്ന് പറയുന്നവരെ കൊച്ചിലെ അവരുടെ ചൈൽഡ്ഹുഡ്, അതായത് ചെറുപ്രായത്തിൽ അവർക്ക് വലിയ സന്തോഷമായിട്ടുള്ള ഒരു സമയമായിരുന്നില്ല. ഒരുപാട് കുട്ടികൾക്ക് കൊച്ചു നാളിലെ ഓർമ്മകളെടുത്താൽ അവർക്ക് അത് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളായിട്ടേ തോന്നുന്നില്ല. ഒരുപാട് പേരെൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് വീട്ടിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും ഈ അമ്മയുടെ അച്ഛൻ്റെയും സ്പെഷ്യലായിട്ടുള്ള ലാളകളൊന്നും കിട്ടിയിട്ടില്ല. ലാളിക്കാനുള്ള സമയവും അവർക്കില്ല. പെണ്ണുങ്ങൾ, അമ്മമാരെല്ലാം അടുക്കളയിലായിരിക്കും ഒട്ടുമൊത്ത സമയവും. ആണുങ്ങൾ വെളിയിൽ കാശുണ്ടാക്കാനുള്ള ശ്രമത്തിലായിരിക്കും. പിന്നെ ആരെങ്കിലുമൊക്കെ കുളിപ്പിക്കും, ആരെങ്കിലുമൊക്കെ ചോറ് കൊടുക്കും, ആരെങ്കിലുമൊക്കെ എന്താ വെച്ചാൽ അതൊരു കൂട്ടുകുടുംബമായതുകൊണ്ട് അങ്ങനെ പോയി. പക്ഷേ ഇക്കാലത്ത് ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ഒരു കൊച്ചിന് ഒരു കുടുംബത്തിൽ ഒരു കൊച്ച്, അല്ലെങ്കിൽ കൂടിപ്പോയ 2 കൊച്ചുങ്ങൾ, അങ്ങനെ ഉള്ളപ്പം അവർക്ക് ഒരുപാട് ലാളനകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ പക്ഷേ അതിലും ചില നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ട്. ഒരുപാട് ഇങ്ങനെ ലാളിച്ച് വളർത്തി വരുന്ന കുട്ടികൾ നാളെ അവർക്ക് വലിയ തൻ്റെ ഇടവും സാമർഥ്യവും ഇല്ലാതെ പോകാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഡിമാൻഡ് ചെയ്യാൻ അറിയാം. അക്കാലത്തെ ഉള്ള കുട്ടികൾക്ക് ഡിമാൻഡ് ചെയ്യാൻ അറിഞ്ഞൂട. ഞാൻ ഒന്നുമേ ഡിമാൻഡ് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എന്തോ തരുന്നോ അത് കഴിക്കണം, എന്തോ ഉണ്ടോ അത് കഴിക്കണം, എന്തോ പറയുന്നോ അത് കേൾക്കണം, അനുസരിക്കണം എന്നുള്ള ഒറ്റ ഒരു ഇതേ ഉള്ളൂ. അവരെ എല്ലാം ഇങ്ങോട്ട് പറയും, നമ്മളത് കേൾക്കുക, അനുസരിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയിലായിരുന്നു നമ്മുടെയൊക്കെ പോക്ക്. അപ്പം അതുമാത്രമല്ല, ചിലപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഉള്ള വഴക്ക്, കാശില്ലാത്തത്, ശരിക്കും പോലും ഫുഡ് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, വെച്ച് കഴിക്കാനുള്ള സാഹചര്യങ്ങളില്ല, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് ഒന്നിനും ഒരു ശ്രദ്ധയില്ലാതെ പോന്നു. അങ്ങനെയൊക്കെ പല പല കാരണങ്ങൾ കൊണ്ട് അക്കാലത്തെ കുട്ടിക്കാലത്തെ സമയം എന്ന് പറയുമ്പം, അക്കാലത്തെ ആളുകൾക്ക് കുട്ടിക്കാലത്തെ സമയം എന്ന് പറയുന്നത് വളരെ സുഖകരമായിട്ടുള്ള സമയങ്ങളെ അല്ലായിരുന്നു. കൊച്ചുനാളിലെ ജോലിക്ക് പോകണം, അങ്ങനെ പല 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 കാര്യങ്ങൾ. പിന്നെ അമ്മയ്ക്കും അച്ഛനും ഇടയിലുള്ള വഴക്ക്, അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും അച്ഛനും കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ വയ്യാത്ത ഒരു സമയം, അല്ലെങ്കിൽ അച്ഛന് വേറെ കല്യാണമായിരിക്കും, അല്ലെങ്കിൽ അമ്മ വേറെ ഒരു പുരുഷനോട് ഉള്ള തുടർബ് ഉള്ള ഇതായിരിക്കും. അപ്പം അവരെ പേരൻസ് തന്നെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസത്തിലായിരിക്കും. അപ്പം അവർക്ക് ഈ കൊച്ചുങ്ങളെ സ്നേഹിക്കാനോ കൊഞ്ചിക്കാനോ ലാളിക്കാനോ ഉള്ള സമയവും രീതിയായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല അവർക്ക്. അങ്ങനെ ഒരുപാട് പേര് കൊച്ചുനാളിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവർ കഷ്ടപ്പെട്ട് പഠിച്ച് വലുതായി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പിന്നെ ആയിരിക്കും ഒരു നിലയിൽ എത്തുന്നത്. പക്ഷേ പിന്നെ അവർ നല്ല ജോലിയിലിരിക്കും, നിറയെ സമ്പാദിക്കും, നല്ല ഒരു ജീവിതം കിട്ടും. എന്നാലും ഈ കൊച്ചുനാളിൽ മനപ്രയാസത്തോട് വളർന്ന്, പോരായ്മകളോട് വളർന്ന് ആ മനോഭാവം അവരെ വിട്ടു മാറത്തേയില്ല. ലൂയി ഹേയും അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊച്ചുനാളിൽ വലിയ സ്നേഹവും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. അതുമാത്രമല്ല, അവർ പറയുന്നത് അവർക്ക് ഒരു 10-30 വയസ്സായപ്പം, കറക്റ്റായിട്ട് എപ്പോഴാണെന്ന് പറയുന്നില്ല, അവർ വലുതായപ്പം അവർക്ക് വെജൈനൽ ക്യാൻസർ എന്ന് കണ്ടുപിടിച്ചു. അവരപ്പോഴും ഹീലറായിട്ടാണ് ജോലി ചെയ്യുന്നത്. മറ്റവരെ
ചികിത്സിച്ച് നന്നാക്കുന്ന ഹീലിംഗ് പ്രോസസ്സിലാണ് അവർ ഒരു പക്ക ഹീലർ സ്ത്രീയാണ്. അവർക്ക് വെജൈനാൽ എന്ന് വെച്ചാൽ പെണ്ണുങ്ങളുടെ യോനി ഭാഗത്തുള്ള വെജൈന, വെളിയിലുള്ള കാണുന്നതാണ്. ആ ഭാഗത്ത് വെജൈനയിൽ ക്യാൻസറിന് കണ്ടുപിടിച്ചു. അപ്പം ഇവർക്ക് ആദ്യം കേട്ടപ്പം ഭയങ്കര ഷോക്കായിരുന്നു. പിന്നെ അവരാലോചിച്ചു, എനിക്ക് വെജൈനയിൽ ക്യാൻസർ വരാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. എന്താന്ന് വെച്ചാൽ 5 വയസ്സിൽ ആരോ അവരെ റേപ്പ് ചെയ്തു. അപ്പം അവരുടെ കൊച്ചുനാളിലെ സംഭവങ്ങളൊക്കെ അവരുടെ മനസ്ഥിതി എങ്ങനെയായിരുന്നിരിക്കുന്നു ആലോചിച്ച് നോക്കണം. ആരോ 5 വയസ്സായിരിക്കുമ്പോൾ റേപ്പ് ചെയ്തിരിക്കുന്നു. അത് ചിലപ്പോൾ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറയാൻ വയ്യാത്ത ഒരു സാഹചര്യമായിരിക്കാം. ഒരുപാട് കുട്ടികൾ അങ്ങനെയൊക്കെയാണ് വളർന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇപ്പം എന്തോ തന്നെ അവയർനെസ് ഉണ്ടെങ്കിലും ഇപ്പോഴും ഒരുപാട് പേർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചതും കേട്ടതും ഒക്കെ എൻ്റെ മനസ്സിൽ നിന്ന് മായത്തില്ല. അത്രയ്ക്ക് വെളി പറയാൻ കൊള്ളരുതാത്ത കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട, അത് വേറൊരു സമയത്താവട്ടെ. പക്ഷേ ഇപ്പം ഇവർ പറയുന്നത് വെജൈനൽ ക്യാൻസർ എനിക്ക് വരാൻ കാരണം 5 വയസ്സിൽ എന്നെ ആരോ റേപ്പ് ചെയ്തു. അത് എൻ്റെ മനസ്സിൽ മാറാത്ത ഒരു പുണ്ണായിട്ട് നിന്നു. അതുമാത്രമല്ല, കൊച്ചുനാളിൽ എനിക്ക് വലിയ സ്നേഹവും ലാളനയും കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ ഇരുന്നു കൊണ്ടായിരിക്കാം കറക്റ്റായിട്ട് ആ വെജൈനയിൽ എനിക്ക് ക്യാൻസർ വന്നത് എന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ തോന്നി, എന്ന് അസോഷിയേറ്റ് ചെയ്യാൻ പോയി. അതായത് ജോയിനിങ് ദ ഡോട്ട്സ് എന്ന് പറയും. ഇതിങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ഒരു തീരുമാനത്തിൽ അവരെത്തി. അതുമാത്രമല്ല, അവർ തന്നെ ഹീലറാണല്ലോ. അപ്പോൾ അവർ ഡോക്ടർക്ക് പോയി പറഞ്ഞു, എനിക്കൊരു 3 മാസം തരണം, ഞാനിതിനെ മാറ്റാം. അപ്പം ഡോക്ടർ പറഞ്ഞു, അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ ഇങ്ങനെ സമയം കടത്തുന്നത് ശരിയല്ല. 3 മാസം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്, അതിനുള്ള ചികിത്സ നിങ്ങൾ തുടങ്ങണം എന്ന് പറഞ്ഞു. ഇല്ല ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ്, ഞാൻ തന്നെ ഹീലറാണ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവർ 3 മാസം ഇരുന്ന് ഈ പഴയതെല്ലാം അടിമനസ്സിൽ, ഈ ഉൾമനസ്സിൽ, ആഴ്മനസ്സിൽ കിടക്കത്തില്ലേ, സബ് കോൺഷ്യസ് ലെവലിൽ കൊച്ചുനാളിലത്തെ അതായത് നമുക്ക് തിരിച്ച് ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങൾ, അതിൽ മെയിനായിട്ട് ഉള്ള കാര്യമാണ് ഈ റേപ്പ്. അത് തന്നെ അവരുടെ മനോനിലയെ ഒരുപാട് ബാധിച്ചിരിക്കും. 5 വയസ്സ് കൊച്ചിന് എന്തും അറിയാം, ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് അവർ പറഞ്ഞില്ലയോ, അത് തുടർന്ന് നടന്നോ, ഇതൊന്നും അവർ വിശദമായിട്ട് പറയുന്നില്ല. പക്ഷെ അവർ മാനസികമായിട്ട് ഒരുപാട് നൊന്തായിരുന്നു വളർന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അപ്പോൾ ഇവർ എന്തോ ചെയ്തു, അവരുടെ പാറ്റേണിനെ കണ്ടുപിടിച്ചു. അപ്പോൾ അവരാലോചിച്ചത്, ഞാൻ എത്രയോ പേരെ ചികിത്സിക്കുന്നു, എത്രയോ പേർക്ക് ഹീലിംഗ് ചെയ്യുന്നു, ഇത് ദൈവം എനിക്ക് എൻ്റെ ദേഹത്തിനെ ഹീൽ ചെയ്യാൻ ഒരു ചാൻസ് എനിക്ക് തന്നിട്ടുണ്ട്, അപ്പം അതിനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് അവർ ഡോക്ടർക്ക് പോയി സമയം നീട്ടിച്ച് കേട്ടത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെജൈനൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ വെജൈനൽ ക്യാൻസർ എന്ന് പറയുന്നത് അറുത്ത് മുറിച്ച് കളയാനുള്ള സ്ഥലമല്ല, അത് ദേഹത്തോട് ഒട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ളപ്പം റേഡിയേഷൻ, കീമോതെറപ്പി അതൊക്കെ തന്നെ കൊടുത്ത് അതിനെ ശരിയാക്കണം. അതേ ഉള്ളൂ അതിൻ്റെ വഴി. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ബ്രസ്റ്റിനെ എടുത്ത് കളയാം, യൂട്രസിലെ ക്യാൻസർ ആണെങ്കിൽ യൂട്രസ് എടുത്ത് കളയാം. പക്ഷേ ഈ വെജൈന എന്നുള്ള സ്ഥലത്ത് നമുക്ക് റേഡിയേഷനും കീമോതെറപ്പിയും മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി അവർ സ്വയമായിട്ട് എന്നെ ചികിത്സിക്കാം എന്ന് പറഞ്ഞാണ് അവർ തുടങ്ങിയപ്പോഴത്തേക്ക്, അതായത് അവരുടെ മനസ്സിൽ ഒരുപാട് റിസെൻറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ റിസെൻറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ അതായത് നെഗറ്റീവ് ഇമോഷൻസ് ഒരുപാടുണ്ടായിരുന്നു. റിസെൻറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ എന്തുവാണോ, ദേഷ്യം, വെറുപ്പ്, അതായത് ആരും എന്നെ ഗവനിച്ചില്ല, ആരും എന്നെ നേരെ ചൊവ്വേ വളർത്തില്ല,
എന്നുള്ള സമൂഹത്തോടുള്ള ഒരു വെറുപ്പ്, അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഉള്ള ദേഷ്യം, അങ്ങനെയൊക്കെ ഒരുപാട് ഈ ബോട്ടിലിൽ അടച്ചു വെച്ചിരിക്കുന്ന പോലെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറച്ച് കിടന്നു. അപ്പം ഇവർ ശരി, ഞാൻ എല്ലാവരെയും ഇങ്ങനെ ഹീൽ ചെയ്യുന്നു, അഫർമേഷൻ കൊടുത്ത് അവരെ ഹീൽ ചെയ്യുന്നു. അപ്പം ഞാൻ എന്തുകൊണ്ട് എന്നെ ഹീൽ ചെയ്യാൻ പറ്റൂല, ഞാനും അഫർമേഷൻസ് ചെയ്യണം എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിലുള്ള വേണ്ടാത്ത ദ്വേഷം, വെറുപ്പ്, ദേഷ്യം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് എടുത്ത് കളഞ്ഞു. എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ സ്ഥലത്ത് അവരെന്ത് ചെയ്തു? അഫർമേഷൻസ് ചെയ്തു. അഫർമേഷൻ എന്ന് പറയുന്നത് എന്തുവാ? അതായത് അവരെല്ലാം ക്ഷമിച്ചു. ആരാര് എനിക്ക് സ്നേഹം തരണോ, ആരാര് എന്നെ നല്ല രീതിയിൽ നോക്കണോ, അവരാരും എന്നെ നോക്കിയില്ല, അവരാരും എനിക്ക് സ്നേഹം തന്നല്ല വളർത്തത് എന്ന് പറഞ്ഞ് ഇവർക്ക് ഒരുപാട് പേരുടെ അടുത്ത് വെറുപ്പുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു. അപ്പം ഈ മെൻ്റൽ ആഗനി എന്ന് പറയും. മെൻ്റൽ ആഗനി എന്ന് വെച്ചാൽ സാധാരണ ദേഷ്യമോ ഒന്നുമല്ല, അങ്ങേയറ്റം സഹിക്കാൻ വയ്യാത്ത, വെളിയിൽ പറയാൻ വയ്യാത്ത ഒരു വെറുപ്പ്, അതൊക്കെ അവർ മാറ്റാൻ വേണ്ടി, അതിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു പോസിറ്റീവ് അഫർമേഷൻ കൊണ്ടുവന്നു. പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത് എന്തുവാ? ഞാൻ ആരുടെ പുറത്തൊക്കെ എനിക്ക് ദേഷ്യമുണ്ടോ അവരുടെ പുറത്തൊക്കെ അവരെയെല്ലാം ഞാൻ ക്ഷമിക്കുക. മനഃപൂർവ്വം എല്ലാവരെയും ഓരോരുത്തരെയായിട്ട് വിചാരിച്ച് അവരെയൊക്കെ ഞാൻ ക്ഷമിക്കുക. ഞാൻ ക്ഷമിച്ചു. അതാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടേ, ഫർഗീവ് ആൻഡ് ഫർഗെറ്റ്. ഫർഗീവ് എന്ന് വെച്ചാൽ ക്ഷമിക്കുക, ഫർഗെറ്റ് എന്ന് വെച്ചാൽ അതിനെ മറക്കുക. അപ്പം മനസ്സിൽ വീണ്ടും വീണ്ടും വിചാരിച്ച് നോക്കാൻ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്തതിന് അതിനൊക്കെ കാരണമായിട്ടുള്ളവരെ ക്ഷമിച്ച് ആ കാര്യങ്ങളെയൊക്കെ മറക്കുക. അങ്ങനെ ഒരുപാട് സ്വയം ചികിത്സിച്ച് ഈ മെൻ്റൽ പ്രോബ്ലത്തിനെയൊക്കെ, മെൻ്റൽ സ്ട്രെസ്സ്, മനസ്സിൽ കിടന്ന വെറുപ്പ്, ഇതിനെയെല്ലാം അഫർമേഷനായിട്ട് മാറ്റി. ഈ പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്തുവാ? ഓക്കെ, അമ്മ എന്നെ സ്നേഹിച്ചില്ല, സാരമില്ല അമ്മേ, ഞാൻ അമ്മയെ ക്ഷമിച്ചു, എനിക്ക് അമ്മയുടെ പുറത്ത് ദേഷ്യമില്ല. അച്ഛൻ എന്നെ എവിടെയും കൊണ്ടുപോയിട്ടില്ല, അച്ഛൻ എന്നെ നല്ല സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല, അച്ഛൻ എന്നെ എപ്പോഴും വഴക്കും അടിയും പിടിയും ഒക്കെ ആയിരുന്നു വീട്ടിൽ, സാരമില്ല അച്ഛൻ, ഞാൻ ക്ഷമിക്കുക അച്ഛനെ. അങ്ങനെ ഓരോരുത്തരെയായിട്ട് പറഞ്ഞ് ഇതാണ് പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് ഇമോഷൻസിനെ എല്ലാം തള്ളിക്കളഞ്ഞ് അതിനെയൊക്കെ പോസിറ്റീവായിട്ട് മാറ്റി, പോസിറ്റീവ് അഫർമേഷൻസ്, ഫർഗീവ്, ഞാൻ ക്ഷമിച്ചു, ഞാൻ ഇതിനെ മറക്കുവാണ് എന്ന് അവരായിട്ട് പറഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഡോക്ടർക്ക് പോയി ടെസ്റ്റ് ചെയ്യാൻ. ഡോക്ടർക്ക് പോയപ്പം അവിടെ ക്യാൻസർ ഇല്ല, വെജൈനൽ ക്യാൻസർ ഇല്ല എന്നാണ് അവർക്ക് റിസൾട്ട് വന്നത്. അപ്പം ചുമ്മാതെയല്ല ഈ ബുക്ക് എഴുതിയത്. മറ്റവരുടെ ഹീലിംഗ് പ്രോസസ്സിനെ വെച്ച് മാത്രം, അതായത് മറ്റവർക്കെല്ലാം ഹീലിംഗ് കൊടുക്കുന്നു, അവരെല്ലാം ശരിയാകുന്നു, അവർക്കുള്ള അസുഖങ്ങളെല്ലാം മാറുന്നു. അത് മാത്രമല്ല, സ്വയം അവർക്ക് ഒരു സ്ഥലത്ത് വന്ന ക്യാൻസറിനെ ഈ പോസിറ്റീവ് അഫർമേഷൻ കൊണ്ട് മാറ്റിയെന്ന് വെച്ചാൽ അതിനെക്കാട്ടിലും വേറെ എന്ത് പ്രൂഫ് വേണം? ഈ ബുക്ക് എഴുതാൻ തന്നെ കാരണം അതായിരിക്കും. അവർക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടി. 6 മാസം കഴിഞ്ഞ് പോയപ്പം ഡോക്ടർ തന്നെ അതിശയിച്ചു പോയി. എങ്ങനെ ഇത് മാറി എന്നുവെച്ചാൽ അവിടെ ക്യാൻസറിൻ്റെ യാതൊരു അംശവും അതിനകത്തില്ല. അങ്ങനെയാണ് അതിനെ ശരിയാക്കിയത്. അപ്പോൾ അവരെന്തോ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് നമ്മളുടെ ദേഹത്തുള്ള അസുഖങ്ങൾ, അപ്പം അവർ പറഞ്ഞതിന് കറക്റ്റായിട്ട് അവരുടെ സ്വയം കാര്യം തന്നെ ഫിറ്റായി. അതായത് ദേഹത്ത് ഉണ്ടാകുന്ന അസുഖങ്ങൾക്കെല്ലാം മാനസികമായിട്ടുള്ള പ്രയാസങ്ങളാണ് കാരണം. അപ്പം ആ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒരു പാറ്റേണിലാണ് കാണുന്നത്. ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഒരേ ഡിസൈൻ റിപ്പീറ്റ് ആവുന്നു. അതുപോലെ ഒരേ സമയത്ത് മനസ്സിന് ചില വെറുപ്പുകളുണ്ട്, അതുകൊണ്ട് ചില ഡിസീസ് വരുന്നു.
മനസ്സിൽ ദ്വേഷമുണ്ട്, അതുകൊണ്ട് ചില ഡിസീസ് വരുന്നു. ദേഷ്യം, ചിലരുടെ പുറത്തൊക്കെ ഭയങ്കര ദേഷ്യം. അപ്പം ആ ദേഷ്യം കൊണ്ട് ദേഷ്യം മനസ്സിൽ കിടക്കുമ്പം അത് വേറെ ഒരു അസുഖമായിട്ട് മാറും. അപ്പം ഇതെല്ലാം എന്തുവാന്ന് നമ്മൾ കണ്ടുപിടിച്ച് ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് അതിനുള്ള പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുമ്പം ഈ ദേഹത്തിലുള്ള അസുഖങ്ങളൊക്കെ സ്വയമായിട്ട് മാറുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം അതേപോലെ എന്തുവാ ഫിസിക്കൽ ബോഡിയെ നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നതിന് പുറമെ നമ്മൾ ഡീടോക്സ് ചെയ്യണം. ഡീടോക്സിങ് ചെയ്യുന്നത് വെച്ചാൽ അതിനാണ് എന്തുവാ വാട്ടർ തെറാപ്പി. ഒരു ദിവസം മൊത്തം വെറും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, ഒരു ദിവസം വെറും ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക, ഒരു ദിവസം ഈ ലെമൺ ജ്യൂസിൽ തേനിട്ട് ഹണിയിട്ട് ഒരു 2 ലിറ്റർ ഉണ്ടാക്കി അത് മാത്രം കുടിച്ചുകൊണ്ടിരിക്കുക, ഒരു ദിവസം വെറും അൺകുക്ക്ഡ് ഫുഡ് കഴിക്കുക. അൺകുക്ക്ഡ് എന്ന് വെച്ചാൽ സാലഡ്, പഴങ്ങളും പച്ചക്കറികളും മാത്രം, പച്ചക്കറികൾ പോലും കുക്ക് ചെയ്യാത്ത ചില ഇത് സ്പിനാച്ച്, ലെറ്റൂസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് നാരങ്ങാച്ചാറ് പിഴിഞ്ഞൊഴിച്ച് അത് കഴിക്കാവുന്നുണ്ട്. സാലഡ് എന്ന് പറയും. അതിൽ ചിലപ്പം ഹണി തേനൊഴിക്കാം, ചിലപ്പോൾ തൈരിടാം. എന്തായിരുന്നാലും കുക്ക് ചെയ്യാത്ത, അതായത് പാചകം ചെയ്യാത്ത രീതിയിലുള്ള ഫുഡ് അത് കഴിക്കണം. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ മാറി 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 ചെയ്യുമ്പം ദേഹത്തിന് അതായത് നമ്മുടെ അലിമെൻ്ററി കനാലിന് നമ്മുടെ ദേഹത്തേക്ക് കുറച്ച് റെസ്റ്റ് കിട്ടും. ആ റെസ്റ്റ് കിട്ടുമ്പം ഇപ്പം വയറ്റിന് റെസ്റ്റ് കൊടുക്കുവാന്ന് മാത്രമല്ല, ഈ സദാ സർവകാലവും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പം അത് ഒരുപാട് കാര്യങ്ങൾ അത് പെൻഡിങ്ങിൽ വയ്ക്കും. ഇപ്പം നമ്മൾ മൺഡേ ടു സാറ്റർഡേ അല്ലെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ബിസി ആയിട്ട് വെളിയിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നു, പല കാര്യങ്ങളും നമ്മൾ മാറ്റി വയ്ക്കും. തുണി എല്ലാ ദിവസവും കഴുകാൻ പറ്റത്തില്ല. അപ്പം ഉള്ള പാത്രങ്ങൾ മാത്രം കഴുകിയെടുക്കും. തുണി കഴുകാൻ ഒക്കത്തില്ല, മാവ് അരച്ച് വയ്ക്കാൻ ഒക്കത്തില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് സാറ്റർഡേ സൺഡേ ആയിരിക്കും. തുണി മടക്കി വയ്ക്കുന്നത്, തുണി തേച്ച് വയ്ക്കുന്നത്, അലമാരയിൽ അടുക്കി വയ്ക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നതിന് നമ്മൾ വേറൊരു സമയത്തേക്ക് മാറ്റി വയ്ക്കും. അതുപോലെയാണ് നമ്മുടെ ദേഹവും. ഇപ്പം നമ്മൾ 3 നേരം 4 നേരം ദിവസവും കഴിച്ചുകൊണ്ടിരുന്നാൽ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും റെസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം. ഒന്ന് മാറ്റി 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 വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വാട്ടർ തെറാപ്പിയിലും ലിക്വിഡ് ഫുഡിലും ഈ സാലഡും ഈ വ്രതം അന്ന് ഒരു ഒരു നമ്മുടെ സഹോദരി ഏകാദശി വ്രതത്തിനെ കുറിച്ച് പറയുമോ മാഡം കൂടുതൽ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ അത് അവർക്ക് ഒരുപാട് എനിക്ക് ബദൽ കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഒരു ചാൻസ് വരുന്നതുകൊണ്ട് പറയുക. ഈ അക്കാലത്തെ ഷഷ്ടി അത് ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാനത് ഓർക്കുന്നുണ്ട്, അവരെ ഓർത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഷഷ്ടി വ്രതം, ഏകാദശി വ്രതം, പ്രദോഷ വ്രതം, അഷ്ടമി വ്രതം, ഇങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ വ്രതങ്ങൾ ഒരു മാസത്തിൽ 2 ദിവസമെങ്കിലും ഇരിക്കണം. അതായത് ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും വരുന്ന ഷഷ്ടി വ്രതം, ഏകാദശി വ്രതം, അങ്ങനെയൊക്കെ അത് എന്തുകൊണ്ട് അക്കാലത്ത് പറഞ്ഞു വെച്ചു എന്ന് വെച്ചാൽ ഈ നമുക്ക് അലിമെൻ്ററി കനാലിന് നമുക്ക് റെസ്റ്റ് കൊടുക്കണം. നമ്മുടെ വായ്ക്കും വയറ്റിനും ഒക്കെ റെസ്റ്റ് കൊടുക്കുമ്പം അത് നമ്മളുടെ കൂട്ട് പല സാധനങ്ങൾ പല കാര്യങ്ങൾ ചെയ്യാതെ വെച്ചേക്കും. അതൊക്കെ ചെയ്യാനുള്ള സമയമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് പേരാണ് ഡീടോക്സ്. അപ്പം നമ്മുടെ ദേഹത്തിനെ ഡീടോക്സ് ചെയ്യണം. ഡീടോക്സ് എന്ന് വെച്ചാൽ വിഷം. അപ്പോൾ ഡീടോക്സ് എന്ന് വെച്ചാൽ വിഷമെന്നല്ല, വേണ്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ദേഹത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം എടുത്ത് കളയാനുള്ള സമയമാണ് അത് ഡീടോക്സ്. അപ്പോൾ ഈ ഡീടോക്സ് ചെയ്യുക. അപ്പം ദേഹത്തിലുള്ള വേസ്റ്റുകളെല്ലാം എടുത്ത് കളയുക, മനസ്സിലുള്ള വേസ്റ്റുകളെല്ലാം എടുത്ത് കളയുക. കളയുന്ന മാത്രമല്ല, അതിന് പകരം അവിടെ പോസിറ്റീവ് അഫർമേഷൻ. ഈ പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നതാണ് മെറ്റാഫിസിക്കൽ വേ. മെറ്റാഫിസിക്കൽ വേ എന്ന് വെച്ചാൽ അതായത് ഫിസിക്കലായിട്ടും മാനസികമായിട്ടും അല്ലാത്ത ഒരു രീതിയിൽ ഉള്ള അഫർമേഷൻസ്. മെറ്റാഫിസിക്കൽ എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞു, അതായത് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ വയ്യാത്ത ഇതാണ് മെറ്റാഫിസിക്കൽ. അപ്പോൾ അങ്ങനെ എന്ന് പറയുമ്പം നമ്മൾ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ മാറ്റിയിട്ട് പോസിറ്റീവ് തോട്ട്സിനെ അഫർമേഷനായിട്ട് പറയുക. ഞാൻ ഹെൽത്തിയാണ്, ഞാൻ ഹാപ്പിയാണ്,
കൊച്ചിലെ അങ്ങനെയൊക്കെ നടന്നു പോയാൽ പോട്ടെ, ഇപ്പം ഞാൻ നല്ലൊരു ജീവിതം ജീവിക്കുവാണ്, എനിക്കിപ്പോൾ യാതൊരു കുറവുമില്ല, പഴയതൊക്കെ ഞാൻ മറന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാലേ നമ്മളുടെ പഴയ അസുഖങ്ങളൊക്കെ മാറും. അതിന് പകരം ഓ ഞാൻ കൊച്ചിലേക്ക് എന്നെ ആര് വളർത്തു, ഞാൻ എന്തോ തിന്നു, എന്തോ കഴിച്ചു, എന്തോ പഠിച്ചു, ആർക്കറിയാം, ഇങ്ങനെയൊക്കെ അതിനെക്കുറിച്ചേ നമ്മൾ നെഗറ്റീവായിട്ടേ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും 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 നമുക്ക് അസുഖങ്ങൾ വരും. ഓക്കെ, അപ്പം നമ്മുടെ അസുഖങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ മനസ്സിൻ്റെ വിചാരങ്ങളും മനസ്സിൽ തോന്നുന്ന വികാരങ്ങളുമാണ്. അത് രണ്ടും നമ്മൾ നേരെയാക്കി എടുത്താൽ എല്ലാം നേരെയാകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ഇതിലെ ഇപ്പം ഇവർക്ക് ലൂയിഹയ്ക്ക് എക്സ്റ്റേണലായിട്ട് ഒരു മരുന്നും കൊടുത്തില്ല. ക്യാൻസർ എന്ന് പറഞ്ഞാലും അവർക്ക് എക്സ്റ്റേണലായിട്ട് ഒരു മരുന്നും കൊടുത്തില്ല. അവരായിട്ട് മനസ്സിനെ ശരിയാക്കിയപ്പം ആ രോഗം അവിടുന്ന് മാറി. അപ്പം ക്യാൻസറിനെ ഇങ്ങനാണെങ്കിൽ ബാക്കി ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ ഈസി ആയിട്ട് പറ്റും. അപ്പം ഈ മെത്തേഡാണ് നമ്മൾ ഇനി ഉപയോഗിക്കേണ്ടത്. ഇതിൽ വേറൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 11 വയസ്സായപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. പക്ഷേ 10 വയസ്സിൽ തന്നെ ഞാൻ എൻ്റെ അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും കൂടെയായിരുന്നു. അവിടെ അവരുടെ കൂടെ നിന്ന് അവിടെ പഠിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളുടെ പിന്നെ എൻ്റെ 11ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചപ്പോൾ എൻ്റെ അമ്മയായിരുന്നു എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ആദ്യത്തെ കുട്ടി. അപ്പം എൻ്റെ അമ്മയായിരുന്നു ഓൾറൗണ്ടർ, എല്ലാ രീതിയിലും അവർക്കൊരു സപ്പോർട്ടായിരുന്നു. എന്നിട്ട് അപ്പം അവരുടെ മൂത്ത മകൾ മരിച്ചതിൽ രണ്ടുപേരും ഒരുപാട് മാനസികമായിട്ട് തളർന്നു. എൻ്റെ അമ്മയുടെ അമ്മയും ശരി, അമ്മയുടെ അച്ഛനും ശരി, മാനസികമായിട്ട് ഒരുപാട് തളർന്നു. അതുമാത്രമല്ല, ഞാൻ നേരത്തെ അവരുടെ കൂടെ ആയിരുന്നു. എൻ്റെ അണ്ണനും എൻ്റെ കൂടെ വന്നു. പിന്നെ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരാണ്. എൻ്റെ അനിയത്തിയും എൻ്റെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയും കൂടെ താമസിക്കാൻ വന്നു. അപ്പോൾ ഈ ഞങ്ങൾ 3 പേരെയും നോക്കുന്നതോ, ഞങ്ങൾക്ക് കാശ് പഠിപ്പിക്കുന്നതിനുള്ള കാശ് ചിലവ് ചെയ്യുന്നതല്ലോ അതിനൊന്നും അവർക്കില്ല. അവർക്ക് കാശൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ 3 പേരെയും ശരിക്കും അവർക്ക് നോക്കാനേ പറ്റുന്നില്ല. എന്നുവെച്ചാൽ മാനസികമായിട്ട് അവർ ഒരുപാട് തളർന്നു. അതിൽ എനിക്ക് വലിയൊരു അടിയായിരുന്നു. അടിയെന്ന് വെച്ചാൽ മാനസികമായിട്ട് എനിക്ക് വലിയ ഒരു പ്രയാസമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അമ്മ മരിച്ചതിനെക്കാട്ടിലും ഞങ്ങളുടെ അമ്മച്ചിയാണ് എൻ്റെ സ്പിരിച്വൽ ലൈഫിനൊക്കെ കാരണം. അതൊക്കെ നേരത്തെ, അതിനേക്കാട്ടിലും മുമ്പേ, ഈ 10 വയസ്സിന് മുമ്പേ, ഈ സമ്മർ വെക്കേഷനിലൊക്കെ വരുമ്പോഴാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മ മരിച്ചത്. 7 തൊട്ട് 8, 9, 10, 11 ഈ 4 വർഷവും അവർ ഭയങ്കര ഡൗൺ ആയതുകൊണ്ട് എന്നെ ഒരുപാട് അവർ ശ്രദ്ധിച്ചില്ല. പിന്നെ എന്നെ ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചാൽ ഈ സ്നേഹം തരാനും കെട്ടിപ്പിടിക്കാനും അടുത്ത് വെച്ച് കിടത്താനും അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുമല്ലോ കൊച്ചിലെ, അതൊന്നും എനിക്ക് അപ്പം കിട്ടിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സ് പൂരം ഈ പഠിത്തത്തിലായിരുന്നു. അതുകൊണ്ട് എങ്ങനെയോ ഞാൻ നന്നായിട്ട് പഠിച്ചു, നല്ല മാർക്ക് വാങ്ങിച്ചു. അങ്ങനെയൊക്കെ ഇരുന്നാലും വീട്ടിൽ എനിക്കെന്തോ അത്ര ഒരു അമ്മയെടുത്തു നിന്ന് കിട്ടേണ്ട ഒരു സ്നേഹം കിട്ടിയില്ല. അപ്പം ഞാനത് എൻ്റെ കുഞ്ഞമ്മയെടുത്ത് പറയുമായിരുന്നു വലുതായ പിന്നീട്. അമ്മച്ചി എന്നെ ശരിക്ക് നോക്കിയില്ല, അമ്മച്ചി എന്നെക്ക് തല പിന്നി തന്നില്ല, അമ്മച്ചി എന്നെ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മ പറയും. എൻ്റെ കുഞ്ഞമ്മ അപ്പോൾ MBBS മെഡ്രാസിൽ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ ഡോക്ടറിന് പഠിച്ചുകൊണ്ടിരിക്കുക, MBBSന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, നീ പഴയതെല്ലാം നീ എന്തിനു മനസ്സിലായി വിചാരിക്കുന്നു, പോയതൊക്കെ പോട്ടെ, നീ അതേ സർവ്വകാലവും പറഞ്ഞുകൊണ്ടിരിക്കരുത്, അതൊക്കെ വിട്. നിൻ്റെ ഈ അമ്മച്ചി തന്നെ എൻ്റെ അമ്മയാണ്. അവർ എന്നെ അങ്ങനെ ഒന്നും ലാളിച്ചൊന്നും വളർത്തിട്ടില്ല, അവർക്കതൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനും ഇങ്ങനെ പഠിത്തത്തിൻ്റെ പുറകിലായിരുന്നു. നന്നായിട്ട് പഠിച്ചു, നല്ല മാർക്ക് വാങ്ങിച്ചു. അങ്ങനെ അതുപോലെ നീയും പടി, നിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നീ ആലോചിക്കുക. അല്ലാതെ അമ്മച്ചി അത് ചെയ്തില്ല, അപ്പു ഇത് ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്ന് പറഞ്ഞു. അത് ഞാൻ ശിരസാ വഹിച്ചെടുത്തു. അതിന് പിന്നെ എന്നുള്ളിൽ തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റി. പക്ഷേ അപ്പം ഇങ്ങനെയൊക്കെയാണ്
ഈ മെറ്റാഫിസിക്കൽ മെത്തേഡ്, പോസിറ്റീവ് അഫർമേഷൻ, ഈ മെൻ്റൽ ആഗനി, മെൻ്റൽ സ്ട്രെസ്സ്, അതൊന്നും ഒന്നുമേ അറിഞ്ഞൂടാ കാലത്ത് അപ്പം 11th PUC ഒക്കെ പഠിക്കുമ്പോൾ. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞമ്മ പറഞ്ഞ അഡ്വൈസ് ഞാൻ ഒരുപാട് കാര്യമായിട്ട് എടുത്തു. ശരിയല്ലയോ? അതേ നെഗറ്റീവായിട്ട് എന്തിനാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരുവിധം ഞാൻ ഓവർകം ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ ഒരു പിടിപ്പ് കിട്ടി. ജീവിതത്തിനോട് കുറച്ചും കൂടെ ഒരു ഒരു ഗ്രിപ്പ് കിട്ടി. കുറച്ചിലേ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. വലുതാകാതെ കോളേജിലൊക്കെ പോയപ്പം പിന്നെ BSc MSc ഒക്കെ ഹോസ്റ്റലിലാണ് നിന്ന് പഠിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ് അവരുടെ കൂടെ പോയി ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ എല്ലാം കൊണ്ട് എനിക്ക് പിന്നെ നല്ല ഒരു ജീവിതമായിരുന്നു. അപ്പം ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും ഇപ്പം എൻ്റെ പ്രായക്കാർ, ഇത് കാണുന്നവർ, വീഡിയോ കാണുന്നവർ അല്ലാത്തവർ, ഒരുപാട് പേരുടെ മനസ്സിൽ കൊച്ചുനാളിലെ സുഖകരമായിട്ട് അല്ലാത്ത പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ആയിരിക്കും നമുക്കിപ്പം രോഗങ്ങളായിട്ട് നമ്മളുടെ ദേഹത്തിനെ ബാധിക്കുന്നത്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ ചിന്തിച്ച് അതിനെ ഒരു പേപ്പറിൽ എഴുതി വെച്ച് അതിൻ്റെ പാറ്റേൺ എന്തുവാന്ന് കണ്ടുപിടിച്ച് മനസ്സിലുള്ള ദേഷ്യം, വെറുപ്പ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ച് അതിനെ പോസിറ്റീവ് അഫർമേഷൻ കൊണ്ട് മാറ്റി നമുക്ക് എടുക്കാൻ പറ്റിയാൽ നമ്മളുടെ ദേഹത്തിൻ്റെ അസുഖങ്ങളെല്ലാം മാറും. നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കും. എന്നുവെച്ചാൽ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഹെൽത്ത് ഈസ് വെൽത്ത്. അതേപോലെ ഈ മനസ്സുകൊണ്ടാണ് അസുഖങ്ങൾ കൂടുതൽ വരുന്നതെന്നുള്ളതിന് ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതായത് എൻ്റെ വേറൊരു ഫ്രണ്ട്, അവരിപ്പം ചെന്നൈയിലാണ്. അവരുടെ ഹസ്ബൻഡും വലിയ സപ്പോർട്ട് ഉള്ളതല്ല. അങ്ങേർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ജോലിയുണ്ട്, നല്ല ജോലിയാണ്, നല്ല ശമ്പളമൊക്കെയാണ്. പക്ഷേ അവരെ അങ്ങനെ സ്നേഹിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഭയങ്കര സ്ട്രിക്റ്റുമാണ്, ചിലവിന് കാശ് കൊടുക്കത്തില്ല. ഇവരാണെങ്കിൽ വലുതായിട്ട് പഠിച്ചിട്ടുമില്ല. 11ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ ഇവർക്ക് ജോലിയില്ല, കാശില്ല. അദ്ദേഹം കാശൊന്നും ഇവരുടെ കയ്യിൽ കൊടുക്കത്തില്ല. സകലത ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അദ്ദേഹം പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ സാധനങ്ങൾ കൊണ്ടിടും. ഇവരത് വെച്ച് ചെയ്തോണം. അല്ലാതെ അവർക്ക് അങ്ങനെ കഷ്ടപ്പെട്ടാണ് പിള്ളേരെ പഠിപ്പിച്ചതും വളർത്തതും ഒക്കെ. അവരും ഒരുപാട് കഷ്ടപ്പെട്ടു. അമ്മായിയമ്മയുടെ അടുത്ത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒരുപാട്. പക്ഷേ എനിക്ക് അവരെ ഇപ്പോഴാണ് ഒരു 5 വർഷങ്ങളിലായിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് കിട്ടിയെന്ന് വെച്ചാൽ അത് വേറെ ഒരു രീതിയിൽ, ഈ ആത്മീയ രീതിയിൽ ഞങ്ങൾക്ക് ഒരു ഗുരുവുണ്ട്. ആ ഗുരു മുഖാന്തരം ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പം അവരെന്നെ കണ്ട്, ക്ലാസ്സിലെ വീഡിയോയിൽ കണ്ട് എൻ്റെ പേരെടുത്ത് എന്നെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ ഭയങ്കര ക്ലോസായി. അപ്പം ക്ലോസ് ആയപ്പോൾ അവരുടെ വീട്ടുകഥയെല്ലാം എനിക്ക് പറയുമായിരുന്നു. ഇത് എനിക്ക് ഇവരുടെ അടുത്തുനിന്ന് മാത്രമല്ല ഒരുപാട് പേരെടുത്തുനിന്ന് എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവർ വീട്ടിലെ കഥകൾ സകലത ഒന്നും ഒളിച്ചു മറയ്ക്കാതെ എല്ലാം പറയും. അങ്ങനെ ഇവർക്ക് എന്തുവാന്ന് വെച്ചാൽ ഒരു മോളുണ്ട്, മോക്ക് ഒരു മോനുണ്ട്, കൊച്ചുമോനുണ്ട്, മരുമോനുണ്ട്. ഇവരെല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത്. അതിൽ ഇവർക്കാണെങ്കിൽ എല്ലാ രീതിയിലും സ്ട്രെസ്സാണ്. മരുമോന് അത്ര ശരിയല്ല, ഹസ്ബൻഡ് അത്ര ശരിയല്ല. മോക്കാണെങ്കിൽ ദേഷ്യം, ഭയങ്കര ദേഷ്യം. മോക്ക് അമ്മയുടെ കൂടെ സ്നേഹമൊക്കെ ഉണ്ട്, എന്നാലും എപ്പോഴും ഒരു ചിടിച്ചിടിപ്പ്, എപ്പോഴും ഒരു ദേഷ്യം. എൻ്റെ ഫ്രണ്ടിൻ്റെ മോന് ഒരു കൊച്ച് ചെറുക്കൻ, ഒരു 3 വയസ്സ് 4 വയസ്സ്. അവൻ്റെ അടുത്തും അവൾക്ക് വലിയ കാര്യമാണ്, പക്ഷെ ദേഷ്യം. തൊട്ടേനും പിടിച്ച് ആ കൊച്ചനാണെങ്കിൽ ആ കൊച്ചനല്ലയോ, ചുമ്മാ ഇരിക്കും, മേളിൽ കയറും, താഴെ വീഴും, കൈ ഉടഞ്ഞു, കാലുടഞ്ഞു, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ആ ഭയങ്കര കുസൃതിയാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പം കൊച്ചിനെ ഇട്ട് അത്ര വഴക്ക്, അത്ര അടി. ഇവർ കയറി പിടിക്കാൻ പോയാൽ എവർക്കും വഴക്ക്. അങ്ങനെ ആ പെണ്ണ് കൊച്ചു പെണ്ണാണ്, എന്നാലും അവർക്ക് അത്രയും എല്ലാവരുടെ കൂടെയും വഴക്കാണ്.
ആ കൊച്ചു പെണ്ണിൻ്റെ അമ്മയും അച്ഛനുമാണ് കൂടെ നിൽക്കുന്നത്. അമ്മയുടെ കൂടെ വഴക്ക്, അച്ഛൻ്റെ കൂടെ വഴക്ക്. ഭർത്താവ് രാവിലെ പോയാൽ രാത്രിയായിരിക്കും വരുന്നത്. സാറ്റർഡേ സൺഡേ എങ്ങാണ്ട് വീട്ടിൽ ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ വഴക്ക്. കൊച്ച് എല്ലാവരുടെ അടുത്തും ഇവക്ക് സ്നേഹമുണ്ട്. പക്ഷേ ആ സ്നേഹത്തിനെ പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടാ, ആ സ്നേഹത്തിനെ പുലർത്തിക്കൊണ്ടു പോകാനുള്ള വഴി അറിഞ്ഞൂടാ. എപ്പോഴും ദേഷ്യം ദേഷ്യം ദേഷ്യം. അങ്ങനെ ഇവർക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ എല്ലാം എൻ്റെ അടുത്ത് വിളിച്ച് പറയും. അങ്ങനെ അവർക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞു. അവർക്ക് മെഡിറ്റേഷനെ കുറിച്ചൊക്കെ അറിയാം. അവർ നേരത്തെയൊക്കെ എവിടേക്കോ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് രാവിലെ ഇവരൊക്കെ ഉണരുന്നതിന് മുമ്പേ മെഡിറ്റേഷൻ ചെയ്യും, വൈകുന്നേരവും ചെയ്യും, അമ്പലത്തിൽ പോകും, എല്ലാം ചെയ്യും. ഒടുക്കം അവർക്ക് മെനപ്പോസൊക്കെ ആയി നോർമലായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. അവർക്ക് കുറേശ്ശെ ബ്ലീഡിങ് തുടങ്ങി. ബ്ലീഡിങ് ഒക്കെ ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പം ടെസ്റ്റ് ചെയ്തു. വേറെ സ്കാനിങ് ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് യൂട്രസിൽ ക്യാൻസർ. യൂട്രസിൽ ക്യാൻസർ എന്ന് പറഞ്ഞപ്പോഴും അവരുടെ മോക്കാണ് ഏറ്റവും വലിയ പ്രയാസം ഇവരെക്കാട്ടിലും. എന്നാലും അവളുടെ ദേഷ്യത്തിനോ വഴക്കിടുന്നതിനോ ഒരു കുറവുമില്ല. ഇപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്തു, അഡ്മിറ്റായി, ഓപ്പറേഷൻ ചെയ്തു, റിമൂവ് ചെയ്തു, വന്നു. അപ്പോഴൊക്കെ എല്ലാ ദിവസവും ഞാനാണ് ഫോണിൽ കൂടെ പോയി കാണുന്നതും അവർക്ക് എല്ലാം ഫോണിൽ കൂടെ അഡ്വൈസ് കൊടുക്കുന്നതും സമാധാനപ്പെടുത്തുന്നതും. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ മെഡ്രാസിൽ പോയി നോക്കി, 2-3 ദിവസം അവരുടെ കൂടെ നിന്നു. ഇപ്പം ഇതിനെല്ലാം അവർക്ക് ഇങ്ങനെ ഒരു മാരക രോഗം വരാനുള്ള സാധ്യതയില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ അപ്പോഴത്തെ മനസ്ഥിതി, എല്ലാ സ്ഥലത്തു നിന്നും അവർക്ക് കിട്ടിയ ഇടി, ഹസ്ബൻഡ് നോക്കത്തില്ല, മോളുടെ വഴക്കാണെങ്കിൽ എന്നും മോളുടെ വഴക്ക്. അതുമാത്രമല്ല, അവർക്ക് കൂടുതൽ ഇപ്പോൾ എവരുടെ കൂടെ വഴക്കിടുന്നതിനെ കുറിച്ച് കൂടെ അവർക്ക് മനസ്സിന് പ്രയാസമുണ്ട്. എന്നുവെച്ചാൽ ഓരോ ദിവസവും എന്നെ വിളിച്ച് പറയും, എൻ്റെ മോൾ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അടുക്കളയിൽ നിൽക്കുമ്പോൾ വഴക്ക്, കഴിക്കുമ്പോൾ വഴക്ക്. അവർ ഓരോ വാക്കുകളും എനിക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ വയ്യാതെ പോന്നു. അപ്പോൾ നിങ്ങളുടെ മോളല്ലയോ, സാരമില്ല, വിടണം, നമ്മൾ കൊണ്ടുവന്നത് അങ്ങനെ, നമ്മൾ ചെയ്ത കർമ്മ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അവർക്ക് പറയും. ഞാൻ ഇല്ല, അവർക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാലും അവർക്ക് സഹിക്കാൻ വയ്യ. അങ്ങനെ അതുമാത്രമല്ല, അവർക്ക് തീരെ വയ്യാത്ത ഒരു കാര്യം, മനസ്സുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത ഒരു കാര്യമായിരുന്നു അവരുടെ മോള് അവളുടെ മോനെ ഇട്ട് തല്ലുന്നത്. ആ കൊച്ചാണെങ്കിൽ കരഞ്ഞോണ്ട് ഓടി വരും. അതാണ് അവർക്ക് തീരെയും മനസ്സിന് സഹിക്കാൻ വയ്യാത്ത കാര്യമായിരുന്നു. പക്ഷേ എത്ര പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല. അടി ഇട്ടടിച്ച് ചീത്ത വർത്താനം പറഞ്ഞ്, നീ പോടാ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ, അങ്ങനെ പോടാ. ആ കൊച്ചനാണെങ്കിൽ ദേഷ്യം, ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല, ഇറങ്ങിപ്പോന്നു, പോടാ, നീ പോയി തെണ്ടിയിട്ട് വാ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വളരെ മോശമായിട്ടുള്ള പെറ്റ മക്കളെ ഇങ്ങനെ പറയുന്ന അമ്മമാർ ഉണ്ട്, ഇല്ലയെന്ന് പറയത്തേയില്ല. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഇവരെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജ് വന്നപ്പോഴാണ് ആ മാനസികമായിട്ടുള്ള പ്രയാസമാണ് അവർക്ക് ക്യാൻസറായിട്ട് മാറിയത്. പിന്നെ അവർക്ക് നല്ല ദൈവവിശ്വാസമുണ്ട്, മെഡിറ്റേഷൻ ചെയ്യും, അമ്പലത്തിൽ പോകും, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്തായിരുന്നാലും യൂട്രസിൽ ക്യാൻസർ വന്ന് യൂട്രസ് അങ്ങ് എടുത്തു കളഞ്ഞു മൊത്തം. വലിയൊരു ഓപ്പറേഷനായിരുന്നു. അതായത് ഓവറി, ഫെലോപ്പിയൻ ട്യൂബ്, അതൊക്കെ ഉണങ്ങി കരിഞ്ഞ് കിടന്നു. എന്നാലും സകലത് എടുത്തു കളഞ്ഞതോടുകൂടി അവർക്ക് കുറച്ച് ദേഹം ബെറ്ററായി. അപ്പം ഇപ്പം അതിന് ഞാനും അതിൽ വിശ്വസിക്കുന്നുണ്ട്, അവരും അതിൽ വിശ്വസിക്കുന്നുണ്ട്. അതായത് അവർക്ക് കുറച്ച് നാളെ, അതായത് അവരെന്തോ പറയുന്നത് വെച്ചാൽ അവരുടെ മോക്ക് എപ്പോഴേ ദേഷ്യമാണ്. മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിലും വെളിയിൽ അതിനെ കാണിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ എപ്പോഴും വഴക്കും കാര്യങ്ങളും കുത്തുവർത്താനവും ഒക്കെ ആയിരുന്നു വീട്ടിൽ. അതുമാത്രമല്ല, അപ്പം അവളുടെ 7 ശനി സമയമായിരുന്നു. മോക്ക് ഒരു 10, 30, 32 വയസ്സ് കാണും.
അപ്പം ഏഴര ശനി എന്ന് വെച്ചാൽ രണ്ടാമത്തെ ചുറ്റ് ഏഴര ശനിയാണ്. അപ്പം ഏഴര ശനി എന്നൊക്കെ പറയുമ്പോഴേ അതിൻ്റെതായ നാക്കിൽ വാക്കുകൾ വളരെ മോശപ്പെട്ട രീതിയിലേ വരത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ടിന് അത്രയും മനപ്രയാസം ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഈ ക്യാൻസർ എന്നൊരു രോഗം വന്നത്. ഇപ്പം ലൂയി ഹേ പറയുന്ന പോലെ അവർക്ക് 5 വയസ്സിൽ ആരോ റേപ്പ് ചെയ്തതിൻ്റെ വേദന മനസ്സിൽ കിടന്നതാണ് ആ സ്ഥലത്ത് തന്നെ അവർക്ക് ക്യാൻസർ വരേണ്ടി വന്നത്. അപ്പം ഞാൻ എന്തിനാ ഇത്രയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നല്ല ദേഹാരോഗ്യം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ വെച്ചോണം. അപ്പം ഓരോ നിമിഷവും നമ്മളുടെ ചിന്ത എങ്ങനത്തെ ചിന്തയാണ്, ഞാൻ ഇതും നേരത്തെ പറഞ്ഞു, പവർ ഓഫ് തോട്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിൽ നമുക്ക് ഉണ്ടാകുന്ന ചിന്തകൾ എത്രയ്ക്ക് നന്നായിട്ടിരിക്കുന്നോ അത്രയ്ക്ക് നല്ല ഒരു ജീവിതം നമുക്ക് കിട്ടും. നമ്മളുടെ ദേഹാരോഗ്യം മെച്ചപ്പെടും. അല്ലെങ്കിൽ അതും പ്രായമാകാതെയാണ് ഇതൊക്കെ പെട്ടെന്ന് പിടിക്കുന്നത്. കൊച്ചുനാളിൽ മനപ്രയാസം ഉണ്ടെങ്കിൽ കൂടെ അറിയത്തില്ല. 10, 20 വയസ്സ്, 30 വയസ്സ്, 40 വയസ്സിലൊക്കെ ദേഹാരോഗ്യം മെച്ചപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അത് നമുക്ക് വലിയ തോതിൽ കാണിക്കത്തില്ല. അതേസമയത്ത് പ്രായമാകാതെ ഒരുപാട് മോശപ്പെട്ട രീതിയിൽ നമ്മളുടെ ഹെൽത്ത് ബാധിക്കപ്പെടും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മനസ്സിനെ സന്തോഷമായിട്ട് വെച്ചേക്കുക. മനസ്സിൽ എന്ത് പ്രയാസം വന്നാലും കുറെ അങ്ങ് തള്ളിക്കളയുക. മനസ്സിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് അതിനെ വിചാരിച്ച് രാത്രിയെല്ലാം കരയുന്നതും പൊരുമി ജീവിക്കുന്നതും അവരെ പ്രാകുന്നതും, അല്ലെങ്കിൽ ചിലരുണ്ട് പ്രാകത്തൊന്നുമില്ല, എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ ജീവിതം, ലോകത്തിലുള്ള എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, ഞാൻ മാത്രമാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എനിക്ക് മാത്രമാണ് ഇങ്ങനെ പാടും ദുരിതം, അങ്ങനെയൊക്കെ വിചാരിച്ച് ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മളെ വളരെ മോശപ്പെട്ട രീതിയിൽ ബാധിക്കും. ഓക്കെ, അതുകൊണ്ട് 1-2 കമൻസൊക്കെ എനിക്കും വരുന്നുണ്ട്, ചുറ്റിയിലുള്ളവരെല്ലാം അങ്ങനെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, നമ്മളാണ് ഇങ്ങനത്തെ ഒരു ഫാമിലിയിൽ വന്ന് ജനിക്കാൻ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം അവർ മുഖാന്തരം കിട്ടുന്ന പാഠങ്ങളെല്ലാം നമ്മൾ പഠിക്കാതെ അതിൽ നിന്ന് നമുക്കൊരു വിമോചനം ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് വളരെ അധികം നമ്മൾ ചിന്തിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. നമ്മളുടെ ചിന്തയെ നമ്മളുടെ വാക്കുകളും. വേറൊരു കാര്യമുണ്ട്, നമ്മളുടെ ചിന്തകൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2 സ്ഥലത്താണ് അത് പരിണമിക്കുന്ന വെച്ചാൽ വെളിയിൽ എക്സ്പ്രസ് ആവുന്നത്. ആദ്യം നമ്മുടെ മനസ്സിൽ, പിന്നെയാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ. ഫിസിക്കൽ ബോഡി എന്ന് വെച്ചാൽ ദേഹത്ത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം വേറൊന്നും വേണ്ട, ഇപ്പം ഞാൻ ഒരു കാർ വാങ്ങിച്ചു, അപ്പം ആദ്യം അത് കാറ് വാങ്ങിക്കണമെന്നുള്ള തോന്നല് എവിടാ വരുന്നത്? ഞാൻ നേരെ കാറ് വാങ്ങിക്കുന്ന സ്ഥലത്തല്ല പോകുന്നത്, എൻ്റെ മനസ്സിലാണ് അത് ഉണ്ടാവുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മനസ്സിൽ നമുക്കൊരു കാറ് വേണം. 4 പേരായിട്ട് വെളിയിൽ പോകുമ്പം വെയിലത്തും മഴയത്തും എല്ലാം കഷ്ടപ്പെടാതെ സ്കൂട്ടറിൽ ഇരുന്ന് പോകാൻ വയ്യ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി, ഇനി സ്കൂട്ടറിൽ ഒന്നിച്ച് കുടുംബമായിട്ട് പോകാൻ പറ്റില്ല, നമുക്കൊരു കാറ് വേണം എന്നുള്ള ചിന്ത വരുന്നത് എവിടെ? ആദ്യം മനസ്സിൽ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങും. ഏത് കാറാണ് നല്ലത്? പെട്രോളാണോ, ഡീസലാണോ, ചെറിയ കാറാണോ, വലിയ കാറാണോ? ഓരോ കാറ് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പോയി അതിനെക്കുറിച്ച്, അത്രയും ദിവസം നമ്മൾ കാറിനെ കുറിച്ച് ചിന്തിച്ചിരിക്കത്തില്ല വലുതായിട്ട്. പക്ഷേ എന്ന് നമുക്കും ഒരു കാറ് വേണമെന്ന് മനസ്സിൽ തോന്നിയോ അന്ന് തൊട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഗവേഷണമായിരിക്കും, അതിനെക്കുറിച്ചുള്ള പഠിത്തമായിരിക്കും. പലരുടെ അടുത്തും പോയി ചോദിക്കുക, എല്ലാം ചെയ്ത്, പിന്നെ ലോണ് കയ്യിൽ കാശുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വാങ്ങിക്കുക, ഇല്ലെങ്കിൽ ലോണ് ഏത് ബാങ്കിൽ എത്ര കിട്ടും, എത്ര ശതമാനം പലിശ, എത്ര വർഷത്തിന് EMI അടയ്ക്കണം, ഇതെല്ലാം ചോദിച്ച് അതിന് തന്നെ 1 വർഷം ആകും. എല്ലാം അന്വേഷിച്ച് വന്ന് പിന്നെ ആയിരിക്കും നമ്മൾ കാറ് വാങ്ങിക്കുന്നത്. അപ്പം കാറ് വാങ്ങിക്കുന്നത് 2024-ലാണെങ്കിൽ ഈ കാറ് വാങ്ങിക്കണമെന്നുള്ള വിചാരം, ആ തോട്ട്
ആ അത് നമ്മുടെ മനസ്സിൽ കയറിയത് ഒരു ഒരു വർഷത്തിനോ 2 വർഷത്തിനോ മുമ്പേ ആയിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ളത് തോട്ട്സിന് 2 എക്സ്പ്രഷനുണ്ട്. ഫസ്റ്റ് മനസ്സിൽ, രണ്ടാമത് ഫിസിക്കലായിട്ട്. അപ്പം എല്ലാ ചിന്തയും അങ്ങനെയാണ്. അപ്പം നമ്മൾ നമ്മളുടെ ചിന്തയെക്കുറിച്ച് വളരെയധികം കെയർഫുള്ളായിട്ടിരിക്കണം. ഒരു നെഗറ്റീവ് ചിന്തയും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. അതേപോലെ കൊച്ചിലെ എനിക്ക് നല്ല ഡ്രസ്സ് കിട്ടിയില്ല, എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തന്നില്ല, ഞാൻ ചോദിച്ച സ്കൂട്ടർ വാങ്ങിച്ചു തന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ എന്നെ പഠിപ്പിച്ചില്ല. അങ്ങനെ ഇങ്ങനെ പല 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 കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷേ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഒരേ ഒരു രീതി വേണമെങ്കിൽ ചിന്തിക്കാം, അത് വെളിയിലെടുത്ത് കളയാൻ വേണ്ടി ചിന്തിക്കണം. ഓരോന്നും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് എടുത്ത് 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 കളയുക. അതിനാണ് ജേർണലിങ് വേണമെന്ന് പറയുന്നത്. എടുത്ത് എഴുതി വയ്ക്കുക. എനിക്ക് എൻ്റെ അമ്മച്ചി എന്നെ സ്നേഹിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ അപ്പു എന്നെ ലാളിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല ഡ്രസ്സുകൾ വാങ്ങിച്ചു തന്നില്ല, എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചില്ല, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു സ്നേഹം കൂടുതൽ, എൻ്റെ അച്ഛൻ എനിക്ക് നല്ല തുണിയൊന്നും എടുത്തു തന്നില്ല. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ കാണും കൊച്ചിലത്തെ. അതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ ആര് നമ്മളെ സ്നേഹിച്ചില്ല എന്ന് വിചാരിക്കുന്നോ അവരെ നമ്മൾ മാനസികമായിട്ട് ക്ഷമിച്ച് മനസ്സിനെ വളരെ ഫ്രീ ആയിട്ട് വയ്ക്കുക. മനസ്സിനെ ഫ്രീ ആയിട്ട് വയ്ക്കുക നമ്മുടെ ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. ഇത് എടുത്തു കളയുന്നത് മാത്രമല്ല, അവരെ ക്ഷമിക്കുക, അതിനെ മറക്കുക, ഫർഗീവ് ആൻഡ് ഫർഗെറ്റ്. ഇത് രണ്ടും ചെയ്താലേ മതി നമ്മളുടെ ദേഹാരോഗ്യം മെച്ചപ്പെടും. അപ്പം അതാണ് ഇവിടെ ലൂയി ഹേയും പറയുന്നത്. എന്തുവാ ഡീടോക്സിഫൈയിങ് അത്. അപ്പം നമ്മളുടെ ചിന്താഗതി, തിങ്കിങ് പാറ്റേണും വേർഡ്സ് തിരിച്ചും തിരിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും വളരെ ശ്രദ്ധിക്കണം. വേറെ ഒരു കാര്യം, ഒരു ചെറിയ കാര്യം. എൻ്റെ വീട്ടിൽ ഇനി പണിക്ക് ഒരു ജോലിക്ക് ആളിനെ വെച്ചിട്ടുണ്ട്. ആ സ്ത്രീ വരും, നശിച്ചു പോയി അമ്മ. അവിടെ ഏതെങ്കിലും തലേ ദിവസത്തെ മാവോ അല്ലെങ്കിൽ ചമ്മന്തിയോ എന്തെങ്കിലും കളയാൻ വേണ്ടി വെച്ചിരിക്കുക. രാത്രി കതവ് തുറന്ന് വെളിയിൽ പോണ്ട എന്ന് വിചാരിച്ച് അടുക്കളയിൽ ഒരു മൂലയിൽ വെച്ചേക്കും. അടുത്ത ദിവസം അവർ വരുമ്പോൾ എടുത്ത് കളഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. ഫ്രിഡ്ജിൽ വെക്കാത്തത്, ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ചീത്ത തന്നെ ആകും. ചീത്തയായാലും സാരമില്ല, അത് കളയാനുള്ളതാന്നുള്ളതുകൊണ്ടാണ് വെളിയിൽ മാറ്റി വെക്കുന്നത്, അടച്ചു വെച്ചേക്കും. ഈ സ്ത്രീ വന്നതുകൊണ്ട് ഇതൊക്കെ, അമ്മ ഇത് നശിച്ചു പോയമ്മ. ഞാൻ പറയും, ഇത്രയും വലിയ വാക്ക് നീ എന്തിനാ ഉപയോഗിക്കുന്നത്? ചീത്തയായി എന്ന് പറ. അത് വെളിയിൽ വെച്ചിരിക്കുന്നു, ചീത്തയാകുമെന്ന് എനിക്കറിയാം, അതെടുത്ത് കളയാനുള്ളതാ. അപ്പം നീ എന്ത് പറയണം? അമ്മ ഇതൊക്കെ ചീത്തയായി, ഇതൊക്കെ എടുത്ത് കളയട്ടെ എന്ന് പറഞ്ഞാൽ പോരെ? അമ്മ ഇതെല്ലാം നശിച്ചു പോയി. ഈ നശിച്ചു പോയി എന്നുള്ള വാക്ക് കുറച്ച് കട്ടി കൂടുതലായിട്ടുള്ള വാക്കായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ചീത്തയായെങ്കിൽ ചീത്തയായി, കള, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു, നീ ഈ നശിച്ചു പോയി എന്നുള്ള വാക്ക് തിരിച്ചും തിരിച്ചും പറയാതെ. ഞാൻ പറഞ്ഞ 4 ദിവസത്തിനകം അവൾ സ്കൂട്ടറിലാണ് ജോലിക്ക് വരുന്നത്. അവളുടെ സ്കൂട്ടർ ചീത്തയായി. 1500 രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാണ് മെക്കാനിക് ഷോപ്പിൽ കൊണ്ട് കൊടുത്ത് ശരിയാക്കി. അപ്പം ഞാൻ പറഞ്ഞു, ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് തന്നെ മൈൽഡായിട്ടുള്ള വാക്കുകളെ ഉപയോഗിക്കാവൂ. അങ്ങേ അറ്റമുള്ള വാക്കുകൾ എന്തിനാണ് നീ ഉപയോഗിക്കുന്നത്? അതുകൊണ്ടാണ് നിൻ്റെ സ്കൂട്ടർ ചീത്തയായി എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് മനസ്സ് മാറ്റാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അത് സത്യമായിരിക്കാം, സത്യം അല്ലാതെയും ആയിരിക്കാം. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ നല്ല രീതിയിൽ ആയിരിക്കണം. ഓരോ വാക്കും നമ്മളുടെ വായിൽ നിന്ന് വരുന്നതും നല്ലതായിട്ടിരിക്കണം എന്നുള്ളതാണ് അത്. അപ്പം നമ്മളുടെ കൊച്ചുനാളിലെ ജീവിതം എങ്ങനെ ആയിരുന്നാലും സാരമില്ല. ചിലർക്ക് കൊച്ചുനാളിലൊക്കെ വളരെ നല്ല ജീവിതമായിരിക്കും. കല്യാണം കഴിഞ്ഞ പിന്നീട് വളരെ പ്രയാസമുള്ള ജീവിതമായിരിക്കും. ചിലപ്പം ഹസ്ബൻഡായിരിക്കും നമ്മളെ അടിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്തു നിന്ന് കിട്ടേണ്ടിയ സ്നേഹം കിട്ടത്തില്ല, ഫൈനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ട് കിട്ടത്തില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞ മാതിരി 5 പൈസ അവരുടെ കയ്യിലില്ല.
എന്തെങ്കിലും ഒരു 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 അതാ അവർ പറയുന്നത്, ഒരു മുഴം പൂ വാങ്ങിക്കണം, എൻ്റെ തലയിൽ വയ്ക്കാനല്ല, എൻ്റെ സ്വാമി പടത്തി ഇടണമെന്ന് വിചാരിച്ചാൽ പോലും ഒരു മുഴം പൂ വാങ്ങിക്കാൻ പോലും എൻ്റെ കയ്യിൽ കാശില്ല. അങ്ങനെയൊക്കെ അവർ പറയുമ്പോൾ എനിക്ക് വലിയ പ്രയാസമായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ. ഇപ്പം നമ്മൾ കാശൊക്കെ കൊടുത്താൽ അവർ വാങ്ങിക്കത്തില്ല, അത്രയ്ക്ക് ഒരു ഇതായിട്ടുള്ളതല്ല, എന്തോ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും. അതുകൊണ്ട് അതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അപ്പം എന്തായിരുന്നാലും നമ്മളുടെ ഈ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണം, നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സാണ് കാരണം. മനസ്സിലെ പ്രയാസങ്ങളെ മാറ്റിയെടുക്കണം. മനസ്സിലെ പ്രയാസങ്ങളെ ഓരോന്നായിട്ട് എടുത്ത് അതിനെ അനലൈസ് ചെയ്ത് എടുത്ത് കളഞ്ഞിട്ട് ആ സ്ഥലത്ത് പോസിറ്റീവ് അഫർമേഷൻ വെച്ച് ഫില്ലപ്പ് ചെയ്യണം. അതാണ് ലൂയി ഹേയും പറയുന്നത്. എനിക്കും ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ട്. എൻ്റെ എല്ലാ അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ വരണമെന്നില്ല. എല്ലാ അനുഭവങ്ങളും ഓരോരുത്തരുടെ വ്യക്തിക്കും അവരവരുടെ ജീവിതത്തിൽ വരണമെന്നില്ല. മറ്റവരുടെ ജീവിതത്തിൽ വരുമ്പോഴും അത് കണ്ട് പഠിക്കണം. മറ്റവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ലതും കെട്ടതും ചീത്തയും എല്ലാം കണ്ട് നമ്മൾ അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ചെടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ 1-2 കാര്യങ്ങൾ അത്യാവശ്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ബുക്ക് റിവ്യൂ തന്നെ ചെയ്യാൻ തുടങ്ങിയത്. സോ ഇത് കേട്ടപ്പം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിനെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിനെ അനലൈസ് ചെയ്ത് നോക്കുക. ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കി അതിനെ മാറ്റി നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പഠിക്കും. ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിക്കും. ഉള്ളത് മതി. നമുക്ക് ഒരുപാട് വലിയ വലിയ ആഡംബരമായിട്ടുള്ള ജീവിതമൊന്നും വേണ്ട. നമ്മൾ നമ്മളുടെ ആവശ്യങ്ങളെല്ലാം ചുരുക്കി ഉള്ളത് വെച്ച് സന്തോഷമായിട്ട് കഴിയണം. നേരം വെളുത്താൽ ഇരുട്ടുന്നവരെ ഹാപ്പി ആയിട്ട് കഴിയണം. ഒരു നേരം കഴിച്ചില്ലെങ്കിലും സാരമില്ല, സന്തോഷമായിട്ട് മനസമാധാനത്തോടു കൂടി സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങുക. അടുത്ത ദിവസം ദൈവം തരുന്നെങ്കിൽ ഉണരുക, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനത്തെ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തും നന്നായിരിക്കും, മെൻ്റൽ ഹെൽത്തും നന്നായിരിക്കും. നന്ദി, നമസ്കാരം.